തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉഴമലക്കൽ പഞ്ചായത്തിലെ ചക്രവാണിപുരം വാർഡിലാണ്. ഉഴമലക്കൽ പഞ്ചായത്തിലെ ചിറ്റുവീട് വാർഡിലെ സ്ഥാനാർത്ഥിയോട് നിൽക്കുന്നത് പ്രഗത്ഭനാണ്, അഡ്വക്കേറ്റാണ്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരെന്താ സാറേ? ഞാൻ അഡ്വക്കേറ്റ് MA കാസിം. ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിലെ ചിറ്റുവീട് വാർഡ് 7 നിന്നും LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ മത്സര രംഗത്ത് ആദ്യമായിട്ടാണ്. എന്ത് തോന്നുന്നു? കാരണം അഡ്വക്കേറ്റ് ആണല്ലോ. എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല പിന്തുണയും സഹകരണവും കിട്ടുന്നുണ്ട്. കാരണം അത്യാവശ്യം ഇപ്പോൾ കേസുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ഇതിലേക്ക് കടന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇനി കേസുകളുടെ കാര്യങ്ങൾ ഇനി ആര് നോക്കും? അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ തന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ പൊതുപ്രവർത്തന രംഗം ഏകദേശം 1987 വർഷം മുതൽ തന്നെ ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിലൂടെയും അതുപോലെ തന്നെ പൊതുജന പ്രസ്ഥാനമായ CPIMലൂടെയും എൻ്റെ സമയം പരമാവധി എൻ്റെ അത്യാവശ്യം അഡ്വക്കേറ്റ് ഫീൽഡ് പോയിട്ടുള്ള ബാക്കി എല്ലാ സമയവും ഞാൻ ജനങ്ങളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 5 വർഷക്കാലം അങ്ങ് ജയിക്കുകയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാർഡിന് വേണ്ടി അങ്ങ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുകൾ? ഈ വാർഡിന് വേണ്ടി ഈ വാർഡിലെ ഏറ്റവും ഒരുപാട് പാവപ്പെട്ട ജനങ്ങളാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയുമുള്ള ഒട്ടനവധി കർമ്മ പദ്ധതികൾ, അതായത് റോഡായാലും തോടായാലും അതുപോലെ വഴികളായാലും ഉള്ള ഒട്ടനവധി പദ്ധതികൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ റോഡ് തോട് ഉദ്ദേശിക്കുന്നത് പുതിയ റോഡുകൾ ഉണ്ടാക്കാനാണോ? പുതിയ റോഡുകൾ. ശുദ്ധജല പദ്ധതിയുടെ വിഷയം എങ്ങനെയാണ്? വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? പുതിയ റോഡുകൾ. ഇപ്പോൾ ഈ വാർഡിൽ ഒട്ടനവധി റോഡുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നന്നായി വികസനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉഴമലക്കൽ പഞ്ചായത്തിലെ ആദ്യത്തെ വനിതാ ജിംനേഷ്യം ഈ വാർഡിലെ ദേവീനഗർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഒരേ ഒരു വനിതാ ജിംനേഷ്യം. അത് നമ്മുടെ പഞ്ചായത്തിലെ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായി നമ്മുടെ G. സ്റ്റീഫൻ MLA ആണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് നമ്മളിവിടെ ഇല്ലാതാക്കുന്നത്? നമുക്കിപ്പോൾ ഈ നമ്മുടെ വാർഡിൽ മാത്രമല്ല പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വേസ്റ്റുകൾ കൊണ്ട് എറിഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥിതി തൊട്ടടുത്ത നാൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ കീഴിൽ തന്നെ ഹരിതകർമ്മസേന എല്ലാ വീടുകളിലും പോയി ബാക്കി പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ വേസ്റ്റും ബാക്കി എല്ലാം കളക്ട് ചെയ്ത് അത് പഞ്ചായത്തിൽ ശേഖരിച്ചുകൊണ്ട് അത് സർക്കാർ തന്നെ ഏറ്റെടുക്കുന്ന പദ്ധതി വളരെ നന്നായി തന്നെ ഈ പഞ്ചായത്തിൽ അതിനെ സംബന്ധിച്ച് മാതൃകാപരമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ശ്രുതി കേട്ടു, ശരിയാണോന്നറിയില്ല, താങ്കളായിരിക്കും അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട്. ഇല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടി LDFും പാർട്ടിയുമാണ് തീരുമാനിക്കുന്നത്. അതിനെ സംബന്ധിച്ച് പാർട്ടിക്കകത്ത് ചർച്ച നടന്നിട്ടില്ല. ജയിച്ച് വന്ന് അതുപോലെ തന്നെ പാർട്ടിക്ക് LDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ പാർട്ടി അതിനെ സംബന്ധിച്ച് തീരുമാനിക്കും. ഓക്കെ, എല്ലാവരുടെ വിജയാശംസകളും. അപ്പോൾ ഇവിടെ ഇതൊരു ടൈൽ കമ്പനിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിലെ ചിറ്റൂർ വാർഡിൽ അല്ലെ, ചിറ്റുവീട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വോട്ടേഴ്സാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. പഞ്ചായത്തിൽ പ്രസിഡന്റ് വരും. ആ പ്രസിഡന്റ് ആരായിരിക്കും? ഇടത് മുന്നണിയാണോ വലത് മുന്നണിയാണോ BJP ആണോ? ഉറപ്പാണ്. അപ്പൊ ഓക്കെ.